സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് ബാലിന്റെയും ഗോമതിയുടെയും കിരണിന്റെയും കല്യാണിയുടെയും വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് ആ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്ത കേട്ടോ. ആ സമയത്ത് വേറെ പ്രോഗ്രാമാണ്. അപ്പൊ എന്തായാലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന ഒടുവില് ഋതു ഡോക്ടറെ കണ്ടിട്ട് തിരികെ വീട്ടിലേക്ക് പോരുവാണ്. ഋതു ആകപ്പാടെ അവശതയായി പോയിട്ടുണ്ടായിരുന്നു. ഋതുവിനോട് അടുത്ത ദിവസം ചെല്ലാനായിട്ടാണ് അവര് പറഞ്ഞു വിട്ടിരുന്നത്. ഋതു അതൊക്കെ വിശ്വസിച്ചു. പക്ഷേങ്കിൽ അതൊരു ചതിയാന്നുള്ള കാര്യം ഋതുവിനൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല. ഋതു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഋതുവിനെ കുറിച്ച് ഒരു വിവരമില്ലാതെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. പൂർണിമയും ശ്രീഹരിയും അച്ചും അവരെല്ലാരും കൂടെ. കാരണം ഋതുവിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. സേതുവും പല്ലവി കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കണ്ടെന്ന് പറഞ്ഞല്ലാതെ ഒരു വിവരവും ഇല്ല. എവിടെ എന്താണെന്നൊന്നും അറിയത്തില്ല. അവര് കണ്ടിട്ട് വിളിച്ചിട്ട് പോലും ഋതു കോൾ എടുത്തില്ല. അതാണ് അവരെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയത്. ഒടുവില് ഋതു അങ്ങോട്ട് കയറി വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞു, ഇതേ അമ്മേ ഋതു വരുന്നുണ്ടെന്ന് പറയണം. അവരെല്ലാം സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഋതു അങ്ങോട്ട് കയറി വന്നു. ഭയങ്കര അവശതയായിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും അച്ചു ചോദിച്ചു, എന്താ ഋതു, നിന്നെ വിളിച്ചിട്ട് നീ കോൾ എടുക്കാതിരുന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പറഞ്ഞു. തിരക്കിലോ? എന്ത് തിരക്കില് എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, അതൊക്കെ ഇപ്പൊ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ അച്ചു എന്ന് ചോദിച്ചു. അതെ, പറയേണ്ട കാര്യങ്ങൾ പറയണം. സേതുവേണ്ടും പല്ലവി ചേച്ചി നിന്നെ ടൗണിൽ വെച്ച് കണ്ടായിരുന്നല്ലോ. എന്നിട്ടോ അവര് നിന്നെ കണ്ടിട്ട് അവര് ഫോൺ വിളിച്ചിട്ട് പോലും നീ എടുത്തില്ല. സത്യം പറ, നീ എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹോസ്പിറ്റലിലേക്കാണ്. ഏതു ഹോസ്പിറ്റലിലേക്ക്? അത് പിന്നെ ഹോസ്പിറ്റലിന്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, നീ ഹോസ്പിറ്റലിലേക്കല്ലേ പോയത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ നിനക്ക് മെഡിസിൻ ഒക്കെ തന്നു കാണുമല്ലോ. എന്തിയെ മെഡിസിൻ എങ്ങ് എടുക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോ ഋതു പറഞ്ഞു, അല്ല അത് പിന്നെ മെഡിസിൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലാന്നോ? അതെന്താ നിനക്ക് മെഡിസിൻ ഒന്നും തരാത്തെ? അത് ആ ഹോസ്പിറ്റലുകാര് മെഡിസിൻ ഒന്നും തരത്തില്ലാന്ന് പറഞ്ഞു. അല്ല, നീ അവിടെ പോയിട്ട് എന്തായാലും ചീട്ടെടുത്ത് കാണുമല്ലോ, എങ്കിൽ ആ ചീട്ട് കാണിക്കാൻ പറഞ്ഞു അച്ചു. ഋതു ആകെപ്പാടെ പെട്ടുപോയി. ഋതു ചോദിച്ചു, നിങ്ങൾ എന്താ ഈ എന്നെ പോലീസ് മുറ ചോദ്യം ചെയ്തേ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ പൂർണ്ണിമ പറഞ്ഞു, അതെ, തോന്നിയാസം നടക്കാൻ ഇവിടെ പറ്റില്ല. അറിയാലോ, നീ മാത്രമാണ് പ്രശ്നമില്ലായിരുന്നു. നിന്റെ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ട്. ആ ഒരു ഓർമ്മ വേണം ഋതു നിനക്ക് എന്ന് പറഞ്ഞു. ഇവിടെ ബാക്കിയുള്ളവര് തീ തിന്നിരിക്കുമായിരുന്നു. ഇത്ര സമയം നീ ഇത് എവിടെ പോയെന്ന് ഓർത്തിട്ട് വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല. ഇവിടുന്ന് ഒറ്റയ്ക്ക് നീ ഇറങ്ങിപ്പോയ പിന്നെ ഞങ്ങൾക്ക് സമാധാനം ആവുമെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എങ്ങനെയും പറഞ്ഞു വിട്ടാൽ മതി എന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ പോകാൻ കൂട്ടാക്കില്ല. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞല്ലേ പ്രശ്നം. അതിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് പൊണ്ണു വെച്ച്, നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഒറ്റ അടിയായിരുന്നു ഋതുവിന്റെ കാരണം നോക്കി. ഓഹോ, അപ്പൊ നീ ഇതിനു വേണ്ടി പോയതായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, നീ എന്തൊക്കെയാ ഋതു പറയണേ? നിനക്ക് എന്താ ഒട്ടും ബോധമില്ലേ? 20 ആഴ്ച കഴിഞ്ഞാണ്. ഇതേ അബോർട്ട് ചെയ്യാനോ മറ്റോ അങ്ങനെ എന്തൊരു ഉദ്ദേശത്തോടെ നീ പോയെങ്കിൽ അത് നടക്കില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ജീവനും കൂടെ ആപത്താ. അത് മാത്രല്ല, ആ കുഞ്ഞ് നിന്റെ വയറ്റില് എത്രമാത്രം ആയിക്കാണോ നിനക്കറിയാലോ. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, എല്ലാരും എന്നെ തല്ലിക്കോ കൊന്നോ, എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്ക് ഒന്നുകൂടെ ദേഷ്യമായി. പൂർണ്ണിമ തലങ്ങ വിലങ്ങും അടിക്കണം. അപ്പോഴേക്ക് ശ്രീഹരി അച്ചൊക്കെ കയറി പിടിച്ചു. പൂർണ്ണിമയോട് പറഞ്ഞു, അമ്മയൊന്നും വെറുതെ ഇരിക്കുക, തല്ലല്ലെന്നൊക്കെ പറയണം. പിന്നീട് ബേബി ചേച്ചിയോട്, ചേച്ചി ഋതുവിനെ കൊണ്ട് മുറിയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ബേബി ചേച്ചി ഋതുവിനെ കൊണ്ട് ഋതു എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. പിന്നീട് അച്ചു പറഞ്ഞു, അമ്മേ അവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ദേഷ്യം കൂടെ തല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ. ശ്രീഹരി പറഞ്ഞു, തല്ലിയത് കൊണ്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഋതു എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അവൾ എവിടെ എന്താ എങ്ങനെ പോയതെന്നും അറിയത്തില്ല. ആ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു, അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോയതാന്ന് തോന്നേ, പക്ഷെ അത് നടക്കില്ലാന്ന് വന്നു കഴിഞ്ഞപ്പത്തിന് അവൾ തിരിച്ചു വന്നാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അച്ചു പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് സേതുവും പല്ലവിയൊക്കെ ഋതുവിനെ തിരക്കുന്നുണ്ട്. എവിടെ എന്താന്ന് വിവരം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് അച്ചു ആ കാര്യം ഓർക്കുന്നത്. അയ്യോ, സേതുവിനോടൊക്കെ വിളിച്ച് വിവരം പറയാം, അവരാകെപ്പാടെ വിഷമത്തിലായിരിക്കും ഋതുവിനെ കാണാതെ എന്ന് പറഞ്ഞു. പിന്നീട് പല്ലവിയെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്, ഋതു വീട്ടിലെത്തിയെന്ന്. അത് കേട്ടപ്പോഴാണ് സേതുവിനും പല്ലവിക്കും ഒരു സമാധാനമായത്. പകുതി ആശ്വാസമായി. ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലോ, സാവകാശം വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അപ്പോൾ ഒരു ബീച്ചിന്റെ അടുത്തെത്തിയായിരുന്നു. ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതായിരുന്നു. പിന്നീട് സേതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അതെന്താ, നമുക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്ലാനിങ്? അല്ല, എല്ലാവരുടെയും ജീവിതം സേഫ് ആയല്ലോ, ഇനി നമുക്ക് നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞു. അങ്ങനെ പല്ലവിയുടെ കയ്യും പിടിച്ചോണ്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു.
രാജലക്ഷ്മി അവൻ മനഃപൂർവ്വം പാറുവിനെ വീഴിക്കാൻ ശ്രമിച്ചാണെന്ന് അറിയത്തില്ല. പാറുവിന് ഓർമ്മയില്ലെന്നാ പറഞ്ഞ. മുമ്പ് ഇതുപോലെ തന്നെയായിരുന്നു. അവനെ പടിക്കെട്ടിൽ എണ്ണയൊഴിച്ച് ഇനിയിപ്പം എന്തേലും ഷോക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം പ്ലഗിൽ എന്തേലും ചെയ്ത് വെച്ചിട്ടുണ്ടോന്നും അറിയത്തില്ല. അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അവൻ ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ പാറുവിന്റെ ജീവനും പാറുവിന്റെ വയറ്റി വിടുന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു ചിന്തയുണ്ടായി. അതുകൊണ്ടാണ് ഇന്ദ്രനെ ഇറക്കി വിട്ടത്. പക്ഷെ സ്വന്തം മോനല്ലേ, എത്രയെന്ന് വെച്ചാൽ വേദന ഇല്ലാതിരിക്കില്ല. പാറുവിന്റെ ജീവൻ ഓർത്തിട്ടും അതും ടെൻഷനുള്ള കാര്യം തന്നെയായിരുന്നു. ഈ സമയത്ത് മുകുന്ദൻ മാഷ് വന്നിട്ട് രാജലക്ഷ്മിയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പാറുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന് പറഞ്ഞു. രാജലക്ഷ്മി ചോദിച്ചു, അതെന്താ മാഷ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇനി ഇവിടെ നിർത്തിയിട്ട് കരുണെന്ന് എനിക്ക് തോന്നില്ല. അവന് ചിലപ്പോൾ ഇനിയും മടങ്ങി വരുവാൻ ഇന്ദ്രൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മാഷെ, മാഷ് ആ കാര്യത്തിൽ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അത് ചിലപ്പം അവൻ രക്ഷിക്കാൻ ശ്രമിച്ചായിരിക്കും എന്ന് പറഞ്ഞു. രാജലക്ഷ്മി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രാജലക്ഷ്മി പറഞ്ഞു, മാഷെ ഈ ഒരു തവണത്തേക്കോട് ക്ഷമിക്കുക, അവനെ ഈ വീട്ടിൽ ഞാൻ കയറ്റാൻ പോകുന്നില്ല, അതോർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പാറു പറഞ്ഞു, അച്ഛൻ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രൻ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാന്ന് എനിക്ക് തോന്നണേന്നൊക്കെ അവൾ പാറുവും പറയണം. പക്ഷെ മാഷിന് അവർക്കൊന്നും അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മാഷ് പറഞ്ഞു, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞിട്ടാണ് മാഷ് തിരികെ പോകുന്നത്. ആ സമയം ഇന്ദ്രന് ആകെപ്പാടെ ടെൻഷനായി പോയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. താൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ച, പക്ഷെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് തന്നെ ശിക്ഷ കിട്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഇന്ദ്രൻ തെറ്റ് ചെയ്തപ്പോഴൊന്നും ശിക്ഷ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ തടി കിട്ടുകയും ചെയ്തു. ഒടുവിൽ ഇന്ദ്രൻ എന്ത് ചെയ്തു, ഒരു ബിയറൊക്കെ മേടിച്ച് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ബിയറൊക്കെ കുടിച്ച് ആസ്വദിച്ച് വരിക. കാരണം ഇന്ദ്രന്റെ സമനില ഏറ്റുന്നുണ്ടായിരുന്നു. ഇന്ദ്രന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. തൻ്റെ അമ്മ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ഇന്ദ്രനെ അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതേ ബീച്ചിൽ തന്നെയായിരുന്നു സേതുവും പല്ലവിയും ഉണ്ടായിരുന്നേ. അവരെങ്ങനെ കൈയൊക്കെ കോർത്ത് അങ്ങനെ അടിച്ചു പൊളിച്ച് അവിടെ നടക്കുകയാണ്. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ചില നിമിഷങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് ആ ബീച്ചിന്റെ അവിടെ 3-4 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവര് ഗിത്താറൊക്കെ വായിച്ച് അവരിങ്ങനെ പാട്ടൊക്കെ പാടി ആസ്വദിച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദ്രൻ അത് കണ്ടു. ഇന്ദ്രന്റെ കയ്യിൽ ബിയർ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ആടി ആടി ഇന്ദ്രൻ അവരോട് വരുന്നത്. അങ്ങനെ വന്ന് ഇവരെ തന്നെ ഇച്ചിരി സമയം നോക്കിയിരുന്നു. ഇവരുടെ പാട്ടൊക്കെ ആസ്വദിച്ചിരുന്നു. പിന്നീട് ഇന്ദ്രൻ എന്ത് ചെയ്തു, ഇന്ദ്രന് ഗിത്താർ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണല്ലോ. ഇവൻ നേരത്തെ ഗിത്താറൊക്കെ വായിക്കുമായിരുന്നു. ഇന്ദ്രൻ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ആ ഗിത്താർ അങ്ങ് തട്ടിപ്പറിച്ച് മേടിച്ചു. അപ്പോഴേക്കും അമ്മാര് ചോദിച്ചു, എന്താണ് നീ കാണിക്കുന്നത്? തരാൻ പറയണം. ഇന്ദ്രൻ കൊടുക്കാൻ കൂട്ടാക്കില്ല. അമ്മമാര് 3 നേരം കൂടെ ഇന്ദ്രനെ പിടിക്കണം. ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. തരത്തില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ നിൽക്കുകയാണ്. അമ്മമാർക്ക് ദേഷ്യമായി. ആ സമയത്താണ് സേതു ആ കാഴ്ച കാണുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനെ 3-4 അവന്മാരെ കുഴിയിട്ട് അടിക്കുന്നത്. പെട്ടെന്ന് സേതു പല്ലവിയോട് പറഞ്ഞു, പല്ലവി തെങ്ങ് നോക്കാൻ പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് ഓടി വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രനിട്ട് നല്ലവണ്ണം അവന്മാരിട്ട് ചതയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും സേതു പറഞ്ഞു, അതെ പല്ലവി, ഇത് പ്രശ്നമാണെന്നാ തോന്നിയെന്ന് പറഞ്ഞു. പിന്നീട് സേതു കാര്യം തിരക്കുവാണ്. അപ്പോഴേക്കും അവന്മാര് പറഞ്ഞു, ഞങ്ങളുടെ ഗിത്താർ ഇവൻ എടുത്തോണ്ട് പോയി, നല്ല ഫിറ്റാന്നൊക്കെ പറയാണ്. ആ സമയത്ത് ഇന്ദ്രനെ അടിച്ചൊരു ഇഞ്ച പരുവാക്കിയിട്ടുണ്ടായിരുന്നു അവന്മാര്. ഒടുവിൽ അവന്മാര് ഗിത്താറും മേടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. സേതുവിനെ പല്ലവിയെ ഇന്ദ്രൻ കണ്ടു. അപ്പോഴേക്കും സേതുവിന്റെ കാലിലേക്ക് വീഴുവാണ് ഇന്ദ്രൻ. അയ്യോ സേതു, ഞാൻ ചെയ്തു പോയ തെറ്റിനൊക്കെ എന്നോട് ക്ഷമിക്കണം, അറിയാതെ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, നീ ഒന്ന് പോടാന്ന് പറഞ്ഞു. പോടാന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല, എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സേതുവിന്റെ കാലിലേക്ക് വീഴുവാണ്. പല്ലവിയോട് പറഞ്ഞു, പല്ലവി എന്നോട് പുറക്കണം എന്നൊക്കെ പറയാണ്. ആ സമയത്ത് പല്ലവി പറഞ്ഞു, ഇവന് മദ്യം പഠിച്ചിട്ടുണ്ട്, ആ മദ്യത്തിന്റെ ഇതിലാ സേതുവേട്ടാ പറയണേ, ഇവനല്ലാതെ പശ്ചാത്താപം ഉണ്ടായിട്ട് പറയുന്നൊന്നും അല്ലാന്ന് പറഞ്ഞു. അയ്യോ അല്ല, സത്യമായിട്ടും അല്ല, എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ എന്നെ ഇറക്കി വിട്ടു, എനിക്കിനി പോകാനായിട്ടൊരു ഇടവില്ല, നിങ്ങൾ എന്നെ പൊന്നുമ്പടത്തിലേക്ക് കൊണ്ടുപോകണം, അല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് കാലേ കയ്യെ വീഴുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, ബാ സേതുവേട്ടാ നമുക്ക് പോവാം, ഇവന്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പിന്നാലെ വന്നിട്ട് അവരുടെ കാലെ വീണ് ക്ഷമ ചോദിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.